അജി 20 മണിക്കൂറത്തെ ആശങ്ക പൂർണ്ണമായിരിക്കുകയാണ്. എനിക്കിപ്പോൾ ഇവിടെ SIT ആശുപത്രിയിൽ നിന്നും പങ്കുവയ്ക്കാനുള്ളത് കുട്ടിയുടെ ആരോഗ്യനില പൂർണ്ണമായും തന്നെ നല്ല രീതിയിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. ആരോഗ്യമന്ത്രി കുറച്ച് സമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ട് പ്രതികരിച്ചതാണ്. നമ്മൾ അല്പസമയം മുമ്പാണ് അത് കണ്ടത്. ആരോഗ്യമന്ത്രിയും പറഞ്ഞത് അതുതന്നെയാണ്. കുട്ടിയുടെ ഒരു ആരോഗ്യനില നന്നായി തന്നെ ഇരിക്കുന്നു എന്നാണ്. ഇപ്പോൾ DCP മാധ്യമങ്ങളെ കാണുകയാണ്, നിതിൻ രാജ് മാധ്യമങ്ങളെ കാണുകയാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ ബൈറ്റിലേക്ക് ഒന്ന് പോകാം. തിരുവനന്തപുരം DCP നിതിൻ രാജാണ് മാധ്യമങ്ങളെ കാണുന്നത്. കുട്ടിയുടെ വിശദമായിട്ടുള്ള മെഡിക്കൽ പരിശോധന നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് സാമ്പിളുകൾ കളക്ട് ചെയ്തിട്ടുണ്ട്. പരിശോധനയ്ക്ക് ശേഷം ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ഡോക്ടർ ഇതുവരെ അറിയിച്ചിട്ടുള്ളത്. പിന്നെ മറ്റൊരു തരത്തിലുള്ള സെക്ഷൽ അസാൾട്ടും നടന്നിട്ടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അവര് നമ്മുടെ ഒരു ടീമായിട്ട് പല പോലീസുകാരും ഒരുപാട് പേരും ഇതിന്റെ പുറകിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സെർച്ചിന്റെ ഭാഗമായിട്ടാണ് കുട്ടീനെ കിട്ടിയിട്ടുള്ളത്. ഈ കണ്ടെത്തിയ സ്ഥലം എന്ന് പറയുന്നത് കുറച്ചൊരു പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ്. അപ്പോൾ ഒരു പക്ഷേ ഉള്ളിലേക്ക് വീണുപോയതായിരിക്കും. ഇനി എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടുന്ന ഒരു കാര്യമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും പ്രത്യക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരാൾ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു 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 സ്ട്രക്ചറാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് പിന്നീട് കൂടുതൽ ഡീറ്റെയിലിംഗ് ആയിട്ട് നമ്മൾ വകഞ്ഞു മാറ്റി പരിശോധിച്ചപ്പോഴാണ് കുട്ടിയെ കണ്ടെത്തിയിട്ടുള്ളത്. ഇല്ല, ഇപ്പം അങ്ങനെ അതിനെ സൂചിപ്പിക്കുന്നൊന്നും ഇപ്പോൾ നമ്മൾക്ക് പറയാനുള്ള ഒരു സാഹചര്യമില്ല. എന്നിരുന്നാൽ പോലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുട്ടി അവിടേക്ക് എത്തിയത് എങ്ങനെയാണ്, കുട്ടി സ്വമേധയാ എത്തിയതാണോ അല്ല മറ്റേതെങ്കിലും സാഹചര്യത്തിൽ എത്തിയതാണോ എന്നുള്ളത് നമ്മുടെ അന്വേഷണത്തിന്റെ ഭാഗമായി നമ്മൾ അന്വേഷിക്കുന്ന ഒരു ഭാഗമാണ്. CWCയുമായി ഓൾറെഡി ഈ വിഷയത്തെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ CWC അവരെ മഹിളാ മന്ദിരത്തിൽ താമസിപ്പിക്കുന്നതിനുള്ള നടപടികളെല്ലാം ചെയ്തിട്ടുണ്ട്. അവരോട് ഈ ഒരു കാര്യം നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനെ പൊതുസ്ഥലത്ത് താമസിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴവർ മഹിളാ മന്ദിരത്തിൽ താമസിക്കാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് ഇവിടെ അഡ്മിറ്റഡ് ആണ്. അപ്പോൾ തുടർന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവർ ഒരു വലിയ എഫേർട്ടിന് എല്ലാവരോടും കേരളത്തോടൊന്നടങ്കം നന്ദി പറഞ്ഞിട്ടുണ്ട്.